ചങ്ങായിമാരെ. അപ്പോൾ നമ്മളെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ കഥയാണ് ഇന്നലെ പറഞ്ഞത്. എന്ന് വെച്ചാൽ അവിടെ ഇനിയിപ്പം ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുട്പാത്ത് വഴി ഒരിക്കലും വണ്ടി ഓടിച്ച് പോകാൻ പാടില്ല. അമ്മമ്മ വീണ്ടും അവിടെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ എന്തിനാണ് ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആദ്യം ചെയ്തതൊക്കെ ശരി, അതിന് ഏറ്റവും ടോപ്പ് എന്ന് ഹെലികോപ്റ്റർ ഷോട്ടായിട്ട് ഒരുത്തൻ റീല് പിടിച്ചത് വേറെ ഏതോ റീല് പിടിക്കുമ്പോൾ ഇത് കണ്ടു എന്നാണ് പറയുന്നത്. ഒന്നും തിരിയില്ല. ഇത് പ്രീ പ്ലാൻഡ് ആണോ എന്ന് വരെ സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ശരിക്കും നല്ല പോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, വൈറലാവാൻ വേണ്ടിയിട്ട് മറ്റേടത്തെ പരിപാടിയും കളിക്കും. ഇപ്പം പ്രായമുള്ളവർ വരെ കളിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അമ്മമ്മേനോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. അത് ഉപദേശിച്ച് വിട്ടതും ഒക്കെ തന്നെ. പക്ഷേ എന്ന് വെച്ചാൽ അതിൻ്റെ പുറകെ ആ ഒരു മനുഷ്യൻ്റെ ലൈസൻസും സസ്പെൻഡായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സസ്പെൻഡ് ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള അത് ഇനി വീണ്ടെടുക്കാൻ ഭയങ്കര പാടാണ്. RTO ഓഫീസിലൊക്കെ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അത് ഒന്നും ചെയ്യാത്ത ഒരാൾ ജസ്റ്റ് അതിലേക്ക് കയറി. നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. സർവീസ് റോഡിലൊക്കെ ബ്ലോക്ക് വന്നാൽ എന്നാ പറയണ്ടേ, നടന്നു പോകുന്ന സ്ലാബിലോട്ട് വരെ ആൾക്കാർ വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ നടക്കുന്നവർ പലതും പറയും. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അമ്മമ്മ ഇതേപോലെ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാവരും ആ വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്തിട്ട് പോലീസിനും അതേപോലെ ട്രാഫിക്കിനും ഒക്കെ അയച്ചു കൊടുക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് നിൽക്കണ്ട. അതായത് നിങ്ങളൊരു വണ്ടി എടുത്തിട്ട് മുന്നിലുണ്ടെങ്കിൽ പുറകിലുള്ള അവർ ഓൺ അടിച്ചിട്ട് അതിലൂടെ കയറി പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പോകാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ എന്തിന് നിങ്ങളെ ലൈസൻസ് കട്ടാക്കിയിട്ട് നിങ്ങൾക്കൊന്നും പിന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. വണ്ടി എടുത്ത് ഇറങ്ങാനേ പറ്റില്ല. അറിയാമല്ലോ, AI ക്യാമറയുണ്ട്, അതേപോലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ, പോലീസ് ചെക്കിങ്ങും ഉണ്ട്, MVD ചെക്കിങ്ങും ഉണ്ട്, എല്ലാം ഇപ്പം നല്ലപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ അമ്മമ്മേനെ കൊണ്ടെന്ന് വെച്ചാൽ ആദ്യം ഓക്കെയാണ്. പക്ഷേ പിന്നെയും വണ്ടി പിടിക്കാൻ എന്തിനാണ്, ഇവർക്ക് എന്ത് അവകാശമാണെന്നുള്ളത്, എന്ത് ഡ്യൂട്ടിയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്, അതൊക്കെ പോലീസുകാർ നോക്കിക്കോളൂല്ലേ. പക്ഷെ വെറുപ്പിക്കുന്നതിൻ്റെ അങ്ങേയറ്റാണ് ഇപ്പം കാണുന്നത് കേട്ടോ. കാരണം വെച്ചാൽ അനുകൂലിച്ച് കമൻറ്റ് ഇട്ടവരൊക്കെ അതിന് പ്രതികൂലമായിട്ട് മാറി. കാരണം എന്ന് വെച്ചാൽ എന്തൊരവസ്ഥയാണ്. ഉപദേശിച്ച് വിടുന്നതാണെങ്കിൽ ഓക്കെ, പക്ഷേ അതിൻ്റെ പിന്നാലെ ലൈസൻസും എന്നാ പറയണ്ടേ, സസ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ തോന്നിവാസം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റാ. ഇവിടെ മാത്രമല്ലല്ലോ, എല്ലായിടും ഇത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എല്ലായിടെയും എന്നാ പറയണ്ടേ, വാണിംഗ് ആയിട്ടുള്ള ഒരു ബോർഡുകൾ വെക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഫുട്പാത്ത് വഴി ആൾക്കാർ വണ്ടി ഓടിച്ച് പോകില്ല. പക്ഷേ ഫുട്പാത്ത് വഴി പോകാൻ പാടില്ല എന്നാണ്, അതങ്ങനെ ഒരു നിയമമുണ്ട്. പക്ഷേ അമ്മമ്മ ഇപ്പോൾ അതിൻ്റെ അങ്ങേയറ്റാണ് കാണിക്കുന്നത്. എല്ലാ വണ്ടികളെയും പിടിച്ച് നിർത്തിയിട്ട് ഉപദേശിക്കുന്ന ഒരവസ്ഥ. ഈ വണ്ടിക്കാരൊക്കെ എവിടെയൊക്കെ ജോലിക്കും പല തിരക്കുമായിട്ട് പോകുന്നത്. അമ്മമ്മക്ക് ഒരു വർക്കും ഒന്നും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അമ്മമ്മേനെ ഈ ഒരു ജോലിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പക്കാ തോന്നിവാസാണ്. പോലീസുകാർ ചെയ്യേണ്ട പണി അമ്മമ്മേനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പോലീസുകാരൊക്കെ എന്തിനാണ് ട്രാഫിക്കിൽ നിൽക്കുന്നത്? നിങ്ങൾ തന്നെ അത് കണ്ടാലും മനസ്സിലാവും. വീണ്ടും ഈ പരിപാടി ആവർത്തിക്കുന്നത്. എന്തൊരു കോമഡിയാണിത്.